സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവ്രിഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യമാണ്. വളരെ ശക്തമായ ഒരു വാക്യം. ഒറ്റ വരിയാണെങ്കിലും ഒരുപാട് ആഴങ്ങളുണ്ട് അതിന്. അതെ, ശരിക്കും സ്നേഹത്തിന്റെ ഒരു വേറിട്ട തലം അല്ലേ? നമുക്കൊന്ന് വായിക്കാമോ വാക്യം? തീർച്ചയായും. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. ഇതൊരു വെറും നിർദ്ദേശമല്ല. ശരിക്കും പറഞ്ഞാൽ മറ്റൊരാളുടെ അനുഭവത്തിലേക്ക്, അവരുടെ ആ വികാരങ്ങളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാനുള്ളൊരു ദൈവികമായ ക്ഷണം കൂടിയാണത്. ശരിയാണ്. ഇതിൽ ആദ്യത്തെ ഭാഗം സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുക. ഇപ്പൊ അത് കേൾക്കുമ്പോ തോന്നാം അത് എളുപ്പമാണല്ലോ എന്ന്. പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നും. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, മറ്റൊരാൾക്ക് ഒരു വിജയമുണ്ടാകുമ്പോ, ഒരുപക്ഷെ നമുക്കില്ലാത്ത ഒന്നവർ നേടുമ്പോ, അസൂയയോ അല്ലെങ്കിൽ ഒരു താരതമ്യമോ ഒന്നും മനസ്സിൽ വരാതെ അവരുടെ സന്തോഷം അത് നമ്മുടേതുപോലെ കണ്ട് ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാൻ കഴിയുക. ശരിക്കും ഒരു വിശാലമായ മനസ്സ് വേണം അതിന്. അതെ, വെറുതെ ഒരു അഭിനന്ദനം പറയുന്നതല്ല. നിങ്ങളുടെ സന്തോഷം എന്റെയും സന്തോഷമാണ് എന്ന് ഉള്ളിൽ നിന്ന് പറയാൻ പറ്റണം. മറ്റൊരാളുടെ ഉയർച്ച കാണുമ്പോൾ നമുക്കൊരു കുറവ് തോന്നാതിരിക്കുക, അതൊരു വലിയ കാര്യമാണ്. ആ സ്നേഹം, അതാണ് അവിടെ പ്രധാനം. കൃത്യമായി. അപ്പോ അടുത്ത ഭാഗമോ, കരയുന്നവരോടുകൂടെ കരയുക. അതാണ് ശരിക്കും പലപ്പോഴും കൂടുതൽ പ്രയാസമുള്ളതായിട്ട് തോന്നാറല്ലേ? തീർച്ചയായും. ഒരാൾ വലിയൊരു ദുഃഖത്തിലിരിക്കുമ്പോൾ എന്തു പറയണം, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നൊക്കെ നമ്മൾ റെസ്റ്റേരിസയായി പോവല്ലേ? പലപ്പോഴും നമ്മൾ വേഗം എന്തെങ്കിലും സമാധാന വാക്ക് പറയാൻ നോക്കും, ചിലപ്പോൾ ഉപദേശം കൊടുക്കാൻ ശ്രമിക്കും. അതെ, പക്ഷെ ഈ വാക്യം പറയുന്നത് ചിലപ്പോൾ വാക്കുകൾക്ക് അത്ര പ്രസക്തിയില്ല. ആ വ്യക്തിയുടെ വേദനയിൽ നമ്മളും കൂടെ പങ്കുചേരുക എന്നതാണ്. അവരുടെ ആ കണ്ണുനീരിനും ചിലപ്പോൾ തോന്നുന്ന ദേഷ്യത്തിനും അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കും അതിനൊക്കെ ഒരിടം കൊടുക്കുക. അതെ, ഉത്തരം കൊടുക്കാൻ തിരക്കുകൂട്ടാതെ ആ വേദനയിൽ അവരോടൊപ്പം വെറുതെ മൗനമായിട്ടൊന്ന് കൂടെയിരിക്കുക. അത് മതിയാവും പലപ്പോഴും. ആ സാന്നിധ്യം, ഈ ഇരുട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയാതെ പറയുന്ന ഒരു സ്നേഹം, അത് തന്നെ. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ചിത്രം കൂടിയാണിത്. ഒരു ശരീരം പോലെ ഒന്നിച്ച് വേദനിക്കുന്ന, ഒന്നിച്ചാഘോഷിക്കുന്ന ഒരവസ്ഥ. ശരിയാണ്. നമ്മുടെ ആ ഞാൻ എന്ന ഭാവം മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരെ ശരിക്കും കാണാനും കേൾക്കാനും തയ്യാറാവുക, അതൊരു വെല്ലുവിളി തന്നെയാണ്. നമ്മൾ ഇതിലൂടെ ആരെയാണ് പ്രതിഫലിപ്പിക്കുന്നത്? സൗഖ്യം പ്രാപിച്ചവരോടൊപ്പം സന്തോഷിക്കുകയും ലാസറിന്റെ കല്ലറയ്ക്കൽ കരയുകയും ചെയ്ത ക്രിസ്തുവിനെ തന്നെ. ശരിയാണ്. നമ്മുടെ എല്ലാ ഉയർച്ചകളിലും താഴ്ചകളിലും കൂടെയുണ്ടാകുന്ന ആ ക്രിസ്തുവിന്റെ ഹൃദയത്തോട് നമ്മളും ചേരുകയാണ് വേണ്ടത്. അതെ, അവിടത്തെ ഹൃദയത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ മാറണം. ഈ ചിന്തകളോടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ശക്തിക്കായിട്ട്. തീർച്ചയായും. താഴ്മയോടെ സ്വർഗീയ പിതാവേ, ഓരോ ഹൃദയത്തെയും അങ്ങ് കാണുന്നുവല്ലോ. ഞങ്ങളുടെ ഉള്ളിലെ ചിന്തകളും വികാരങ്ങളും അങ്ങേക്കറിയാം. കർത്താവേ, റോമർ 12:15 വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാൻ ഞങ്ങളെ സഹായിക്കണമേ. സന്തോഷിക്കുന്നവരോടൊപ്പം അസൂയയോ താരതമ്യമോ ഇല്ലാതെ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവരുടെ ഉയർച്ചകളിൽ ഞങ്ങളും പങ്കുചേരുവാൻ മനസ്സു തരണമേ. അതുപോലെ കർത്താവെ, വേദനിക്കുന്നവരുടെ, കരയുന്നവരുടെ കൂടെയായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വെറും വാക്കുകൾക്കപ്പുറം ഞങ്ങളുടെ സാന്നിധ്യം അവർക്കൊരാശ്വാസമായി തീരാൻ, അവരുടെ വേദനയിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് ധൈര്യവും സ്നേഹവും നൽകണമേ. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും അങ്ങേക്കറിയാമല്ലോ. അവരെയെല്ലാം അങ്ങയുടെ സമാധാനത്താൽ നിറയ്ക്കണമേ. ക്രിസ്തുവേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. ഈ വചനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളും അല്ലെങ്കിൽ വിശ്വാസ സാക്ഷ്യങ്ങളുമൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് everyday@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങളുടെ ഓരോ പ്രതികരണങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.